ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. നമ്മളിവിടെ ഇതിന് ആത്തിച്ചക്ക എന്ന് പറയും, ചിലയിടത്ത് മുള്ളാത്തി എന്നൊക്കെ പറയും. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുളിയും മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കുക. അപ്പോൾ ഇതിനെ പച്ചയ്ക്കൊന്ന് മെഴുക്കുവരട്ടി വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് അടുപ്പത്തോട്ടൊരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് തുള്ളി ചതച്ചതുകൂടെ ഇട്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞ സവോളയും ചേർത്ത് 2-3 പച്ചമുളക് കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം. അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, ചിക്കൻ മസാല ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചിക്കൻ മസാല സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, ഇതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. അപ്പോൾ ചിക്കൻ മസാലയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ചക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ ചക്ക അത് ചെറിയ കുരുവൊക്കെ കാണും, അതൊക്കെ കളഞ്ഞ് വേണം അരിഞ്ഞെടുക്കാൻ. എന്നിട്ട് ഇതിന് നന്നായിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ശരിക്കും ഇത് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ വെച്ച് കഴിക്കത്തില്ല, ആ ഒരു ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങ് പിന്നെ ചക്ക എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വെച്ച് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് ചതച്ച മുളക് കൂടെ ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും സംഭവം റെഡിയാണ്. അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.